നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 44ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു ടിഫിൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്നലെ വാങ്ങിയ ഇതുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇടിയപ്പം, അതിങ്ങനെ കാര്യം കഴിക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ആവിക്കയറ്റിയും കുറച്ച് ദോശയും സാമ്പാറൊക്കെ ഇരുന്നിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ സ്ട്രീറ്റിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പൊങ്കൽ സെലിബ്രേഷനോടനുബന്ധിച്ചിട്ട് നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന കുറേ കോമ്പറ്റീഷൻസും പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആണ് സ്ട്രീറ്റിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് പണിയെടുക്കാനെന്നുള്ളൊരു മൂഡില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ട് കുളിച്ച് ഒരുങ്ങി താഴെ പോയിട്ട് കോമ്പറ്റീഷൻസൊക്കെ ഒന്ന് കാണണം, പറ്റുവാണെങ്കിൽ അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലാണ് ഞാൻ. പിന്നെന്താ, രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ച് ആദ്യം തന്നെ പിള്ളേരെ രണ്ടുപേരും കുളിച്ച് ഒരുക്കി വിട്ടു കേട്ടോ. കാരണം അവർക്ക് രാവിലെ മുതലേ ഇങ്ങനെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം അവിടെ. അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ കുറേ സോങ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നേരത്തെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ കുളിച്ചൊരുക്കി വിട്ടുട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ് കേട്ടോ. ഇത് ഇവിടുത്തെ നമ്മുടെ സ്ട്രീറ്റിൻ്റെ പേര് ഗാന്ധി സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് എൻ്റെ ഒരു അറിവിൽ ഇതുപോലെയുള്ള പരിപാടികൾ അവർ നടത്താറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അധികം ആൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഈ സ്ട്രീറ്റ് പോയിട്ട് ഈ 3 സ്ട്രീറ്റിൻ്റെ അടുത്തേക്ക് കടക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു കേട്ടോ. വണ്ടികളൊന്നും പോവാതെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇവിടെ ഗവൺമെൻറ് ലീവാണ്, ഒരു 10 ദിവസത്തോളം ലീവ് വെച്ചിരിക്കുകയാണ്. സ്കൂളും കോളേജൊക്കെ ലീവ് ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അവരവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം തിരക്ക് കുറവാണ്, ആളുകളും കുറവായിരുന്നു. എന്നാലും ആവശ്യത്തിന് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഈ സൈഡിലുള്ള വഴികളൊക്കെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, വണ്ടികളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് ലഞ്ച് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ടോ, എന്തെങ്കിലും പേരിനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാരക്കുഴമ്പാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു കറിയാണ് കാരക്കുഴമ്പ്. അപ്പോൾ അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഇരുന്നത് ചേമ്പാണ് കേട്ടോ. എനിക്ക് ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്താ പറയുക, നന്നാക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യം നമ്മൾ പുഴുങ്ങിയിട്ട് അതിൻ്റെ എന്താ പറയുക സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് കറി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ചീര ഉപ്പേരി വെച്ചിട്ടോ. ഇത് രണ്ടാണ് മെയിനായിട്ട് വെച്ചത്. അത് വയ്ക്കുമ്പോഴേക്കും ഏകദേശം 11 മണി 11:30 ആകുമ്പോഴേക്കും അനൗൺസ്മെൻറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കുളിച്ചൊരുങ്ങിയിട്ട് താഴേക്ക് ഓടുകയാണ്. എനിക്ക് കുഞ്ഞു കുട്ടികളുടെ കോമ്പറ്റീഷൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നേരെ താഴോട്ട് പോവാണ്. ഇനി നമുക്ക് പരിപാടികളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഒരുപാട് കുട്ടികളെ കണ്ട കാരണം ചുണ്ടുവിനൊക്കെ ഓടാൻ ഭയങ്കര നാണായിരുന്നു കേട്ടോ. എന്നാലും ഒരുവിധം പരിപാടികളൊക്കെ അവളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുഞ്ഞു കുട്ടികളുടെ റണ്ണിങ് റേസ് തൊട്ടിട്ട് വലിയ ആൾക്കാരുടെ റണ്ണിങ് റേസ് വരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പൂൺ റേസ്, പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പ് കോമ്പറ്റീഷൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ, പിന്നെ കുറച്ച് മുതിർന്ന ആൺപിള്ളേർക്ക്, പിന്നെ മുതിർന്ന പെൺപിള്ളേർക്ക്, അതുപോലെ ഇങ്ങനെ കാറ്റഗറി വൈസ് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. പട്ടു ഏകദേശം ഒരു 4-5 എണ്ണത്തിൽ അവളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാനും ഒരു 2-3 എണ്ണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ചുണ്ടു 2-3 എണ്ണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ടും. പിന്നെ പട്ടുവിനെ ഏതോ ഒരെണ്ണത്തിൽ ഈ ബലൂണൊക്കെ കാലിലൊക്കെ ചവിട്ടിയിട്ട് പൊട്ടിക്കുന്നൊരു ഇതുണ്ടായിരുന്നു, ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അവൾക്ക് കഴിഞ്ഞ വട്ടം തൊട്ടിട്ട് ഒരുപാട് എണ്ണത്തിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒന്നും കിട്ടാതാവുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഒന്നും കിട്ടുന്നില്ല, ഞാൻ ഇനി ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മുഖം കയറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതോ പ്രൈസ് കിട്ടുന്നതോ എന്നല്ല, നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നിനക്ക് എന്തായാലും കിട്ടുന്നു.
അങ്ങനെയാണ് കേട്ടോ അവൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതും. എല്ലാത്തിനും ഞാൻ ഉന്തിത്തള്ളി വിടണം കേട്ടോ, പേര് കൊടുക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി വിടണം, അപ്പോഴേ പോവുള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം എന്തെങ്കിലും ഫുഡിന് കൂടെ കഴിക്കാനായിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മേലോട്ട് കയറി വന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ താഴെ ചേട്ടന്മാർക്കൊക്കെ ആക്കി വെക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ തിരക്കിലാണ് കേട്ടോ. കടയെല്ലാം അടച്ചിട്ട് എല്ലാവരും നമ്മുടെ സ്ട്രീറ്റിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ബ്ലോക്ക് ആക്കിക്കൊണ്ട് ആ ഷോപ്പിലേക്കൊന്നും ആരും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കടയൊക്കെ മൂടി വെച്ചിട്ട് എല്ലാവരും, ഈവൻ കടയിലെ എന്താ പറയുക, മാമനടക്കം എല്ലാ പരിപാടിയിലും, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മ്യൂസിക്കൽ ചെയർ, അതുപോലെ തന്നെ ഉറി അടിക്കില്ലേ, നമ്മളിങ്ങനെ ഉറി അടിച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഗേൾസിനും ബോയ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഏജ്ഡ് ആയ ആളുകൾ വരെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. രസമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഓണപരിപാടികളൊക്കെ നടത്തല്ലോ, എന്താ പറയുക, ഓണത്തിന് വടം വലി, സ്പൂൺ റേസ്, അങ്ങനെയുള്ള പരിപാടികൾ നടത്തല്ലോ. അതുപോലെ തന്നെയാണ് ഇവർ പൊങ്കലിന് ഉറിയടിക്കുന്നതും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നതും. ചില സമയത്ത് പഴം തിന്നുന്ന കോമ്പറ്റീഷൻ, അതുപോലെ നമ്മൾ കൈകൊണ്ട് വെള്ളം കോരിയിട്ട് ബോട്ടിൽ നിറയ്ക്കുന്ന കോമ്പറ്റീഷൻസും, പിന്നെ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് അവർ വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ചില കോമ്പറ്റീഷൻസൊക്കെ വെക്കാറുണ്ട്. രസമാണ് കണ്ടു നിൽക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ പിടിച്ച് വലിച്ച് നമ്മളെ കൊണ്ടുപോയി പേര് കൊടുത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടോ അവർ. അതുപോലെ പിന്നെ വലിയ ആണുങ്ങളുടെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ മേലെ വന്ന് നിന്നിട്ട് എന്താ പറയുക, തണ്ണിമത്തം കഴിക്കുകയാണ്. നല്ല വെയിലുമാണ്, പക്ഷേ കഴിഞ്ഞ വട്ടത്തെ അത്ര വെയിലില്ല. കഴിഞ്ഞ വട്ടം ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ബലൂൺ കാലുമ്മ കെട്ടിയിട്ട് നമ്മൾ ചവിട്ടി പൊട്ടിക്കണം, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുഞ്ഞു കുട്ടികളുടെ കോമ്പറ്റീഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇതേപോലെ വലിയ പെൺപിള്ളേർക്കുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നമ്മുടെയൊക്കെ ഏജുള്ള കോമ്പറ്റീഷൻ. അതിന് ഞാനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. 2-3 റൗണ്ടൊക്കെ ആയിട്ടാണ് നമ്മൾ കോമ്പറ്റീഷൻസൊക്കെ അവർ എടുത്തിരുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ നല്ല വെയിലായിരുന്നു. വെയിലിൽ കളിച്ചിട്ട് എൻ്റെ കാലിൻ്റെ അടി മൊത്തം പൊള്ളിയിട്ട് ഒരാഴ്ചക്കൊക്കെ കാല് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇത് ടാറിട്ട റോഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പോലും എനിക്ക് കാല് അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്കും വെയിലായിരുന്നു കഴിഞ്ഞ വട്ടം. പക്ഷേ ഇപ്രാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ലൈറ്റായിട്ട് നല്ല കാറ്റും തണുപ്പും, വെയിലില്ല, അങ്ങനൊരു ക്ലൈമറ്റ്. രസമായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ അധികം ആളുകളുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് ആണുങ്ങളുടെ കോമ്പറ്റീഷനാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമായിരുന്നു. ഇതന്നെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 2 മിനിറ്റ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കൈയിൻ്റെ സൈഡൊക്കെ വേദനിച്ച് തുടങ്ങി, ഞരമ്പൊക്കെ വേദനിച്ച് വലിയണ പോലെ തോന്നി തുടങ്ങി കേട്ടോ. ഞാനായിരിക്കും ഫസ്റ്റ് അതിൽ വെച്ചിട്ട് പോയത്. ഇത് പട്ടുവിൻ്റെ കോമ്പറ്റീഷനാണ്. അതിലവൾക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഇതാ ആ ഒരു ഏജിലുള്ള എല്ലാ ഏജിലും, നമ്മൾ ഗേൾസിലായാലും ബോയ്സിലായാലും ഓരോ ഏജ് വെച്ചിട്ടാണ് കേട്ടോ അവർ കോമ്പറ്റീഷൻസിന് വിളിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഈ കോമ്പറ്റീഷന് അവൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ഈ കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ. കുട്ടികളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ്. എന്താ പറയുക, നമ്മളെ മക്കളെ ഒന്നുമല്ല അവരുടെ അടുത്തിട്ടോ. പിന്നെ ഒരു നൈറ്റായിട്ടൊക്കെ ഉണ്ട്, 6 മണി 7 മണിയൊക്കെ ആയിട്ടാണ് എല്ലാം അവസാനിച്ചത്. ഇത് ഉറുവടിക്കുന്ന കോമ്പറ്റീഷനാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ കമൻട്രി കേൾക്കാനാണ് ഏറ്റവും രസം കേട്ടോ. മൈക്ക് വെച്ചിട്ട് കമൻട്രി ഉണ്ടായിരുന്നു. അയ്യോ, കേട്ട് ചിരിച്ച് ചാവും കേട്ടോ. ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് പറ്റിക്കും, നമ്മളെ നന്നായിട്ട് കളിയാക്കും ചെയ്യും കേട്ടോ കമൻറ്റ് പറയുമ്പോൾ. അപ്പോൾ അത് കേട്ട് എന്താ പറയുക, ചിരിച്ച് ചാവാറായിട്ടോ ശരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഒരു 7 മണി 8 മണിക്ക് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള എന്താ പറയുക, SI ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവരാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 1-2 പേരുണ്ടായിരുന്നു. അവരാണ് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ തന്നിരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഒരു പരിപാടി നടത്താണ്ട് ഇങ്ങനെ വെറുതെ പൊങ്കലാന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കും വലിയ കാര്യമായിട്ട് ഒരു സന്തോഷമൊന്നുമില്ല. ഇതിന് കഴിഞ്ഞ വട്ടം പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് പോലെ തന്നെ എല്ലാ കുഞ്ഞു
കുട്ടികൾക്കൊക്കെ പൗച്ച്, സ്കെയിൽ, പെൻസിൽ അങ്ങനെയുള്ള സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും പ്രൈസ് ഉണ്ടായിരുന്നു. അതുപോലെ വലിയ വലിയ പ്രൈസുകളായിട്ട് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം ചുണ്ടുവിന് പ്രൈസ് ഉണ്ടായിരുന്നു, എനിക്കും പ്രൈസ് ഉണ്ടായിരുന്നു, പട്ടുവിനും പ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് 3 പേർക്കും പ്രൈസ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കഴിഞ്ഞ വട്ടം എനിക്ക് 4 പ്രൈസും പട്ടുവിനുണ്ടായിരുന്നില്ല, ചുണ്ടുവിനുണ്ടായിരുന്നില്ല. അവന് ചേച്ചിക്കും അതുപോലെ എന്താ പറയുക 2-3 പ്രൈസ് ഉണ്ടായിരുന്നു. குச்சியை பாட்டிலில் தள்ளுவது. ஃபர்ஸ்ட் பிரைஸ் கோஸ் டு இனியா. இனிமையான இனியா 200 பரிசை தட்டிக்கொண்டு செல்கிறார். ஃபர்ஸ்ட் பிரைஸ் கோஸ் டு இனியா. செகண்ட் பிரைஸ் ஓகே. ചുണ്ടുവിന് കിട്ടിയത് 3rd പ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടി വിചാരിച്ചു കുട്ടിക്ക് എന്തെങ്കിലും ടെഡി ബിയറോ, കഴിഞ്ഞ വട്ടം ടെഡി ബിയർ അതുപോലെ എന്താ പറയുക കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ടോയ്സും അതുപോലെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ കൊടുത്തിരുന്നു, ഈ കളേഴ്സ്, ക്രയോൺസൊക്കെ. പക്ഷേ ഇപ്രാവശ്യം അവർ കുറച്ചും കൂടി നല്ല നല്ല ഗിഫ്റ്റ്, അതായത് സ്റ്റീലിൻ്റെ ബോട്ടിൽസ്, അതുപോലെ നമ്മൾ ടിഫിൻ ബോക്സ്, കാസറോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചുണ്ടുവിൻ്റെ മുഖം തെളിയുന്നില്ല കേട്ടോ. അവൾ ടെഡി ബിയറിനൊക്കെ കിട്ടുന്നത് പ്രതീക്ഷിച്ചോളാം അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത കാരണം. എന്നിട്ട് സ്റ്റീൽ ബോട്ടിൽ കിട്ടിയപ്പോൾ കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഏതോ സ്റ്റീൽ പാത്രക്കടയിൽ പോയിട്ട് വരണ പോലെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് കിട്ടിയത് വലിയൊരു ടിന്നാണ് കേട്ടോ സ്റ്റീലിൻ്റെ ഫസ്റ്റ് പ്രൈസും. പിന്നെ പട്ടുവിനും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അതൊരു കാസറോൾ ആയിരുന്നു കേട്ടോ, സ്റ്റീലിൻ്റെ തന്നെ. അങ്ങനെ 3 ഐറ്റം കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞാനും ഈ പരിപാടി കാണാനായിട്ട് ലഡ്ഡു മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ വിശന്ന ഒരു വിധമായി. അപ്പോൾ ഇനി എന്തായാലും നൈറ്റ് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടടുത്ത് ഇവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ള കേട്ടോ ഇവിടെ OSB ചാറ്റ്സ്. അങ്ങനെ ഇവിടെ വന്ന് ഫുഡും പുറത്തുനിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ സന്തോഷത്തോടു കൂടി വീട്ടിൽ പോയി. ബൈ, നാളെ കാണാം.